1500കളുടെ കാലഘട്ടത്തിൽ തന്നെയാണ് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലേക്കുള്ള ജേർണിയും ആരംഭിക്കുന്നത്. ഇന്ത്യയിലേക്ക് ഇവർ വരുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് സ്പാനിഷ് അർമേഡയുടെ മേലിൽ ഇവർ നേടുന്ന വിജയവും അതുകൂടാതെ പോർച്ചുഗീസുകാർക്ക് ഈസ്റ്റേൺ ട്രേഡിൽ നിന്ന് ഉണ്ടാകുന്ന വലിയ ഭീമാകാരമായിട്ടുള്ള ലാഭവുമൊക്കെ കണ്ട് ആകൃഷ്ടരായിട്ടാണ്. അപ്പോൾ ഇതോടുകൂടി 1599 ബ്രിട്ടനിലുണ്ടായിരുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് മെർച്ചൻസ് ചേർന്നുകൊണ്ട് മെർച്ചൻ്റ് ഓഫ് അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി സ്ഥാപിക്കുകയും അതിനുശേഷം 1600 ഡിസംബർ 31 അന്നത്തെ ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന ക്യൂൻ എലിസബത്തിൻ്റെ അടുത്ത് നിന്നും മറ്റ് രാജ്യങ്ങളിൽ ചെന്ന് ഈ കമ്പനിക്ക് എക്സ്ക്ലൂസീവായിട്ടുള്ള ട്രേഡ് നടത്തുവാൻ അധികാരം നൽകുന്ന ഒരു ചാർട്ടർ ഇഷ്യൂ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ട്രേഡിങ്ങിനായിട്ട് ഇവർ ആരംഭിച്ച കമ്പനിക്ക് നൽകിയ പേരാണ് ഗവർണർ ആൻഡ് കമ്പനി ഓഫ് മെർച്ചൻറ്റ്സ് ഓഫ് ലണ്ടൻ ട്രേഡിംഗ് ഇൻ ടു ദ ഈസ്റ്റ് ഇൻഡീസ് എന്നുള്ളത്. തുടക്കത്തിൽ ഈ ഒരു കമ്പനിക്ക് 15 വർഷത്തെ മോണോപ്പൊളിയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് 1609 ഈ ഒരു ചാർട്ടർ ആക്ടിനെ ഇൻഡെഫിനിറ്റായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നൽകുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഡച്ചുകാർ ഓൾറെഡി അവരുടെ കച്ചവടങ്ങളൊക്കെ കൂടുതലും ഇന്ത്യയിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞൊരു സമയമാണ്. ശേഷം ഇംഗ്ലീഷുകാരും അവരുടെ കച്ചവടങ്ങളും ടെക്സ്റ്റൈൽസും കൊമഡിറ്റീസും ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരും ഇന്ത്യയിലേക്ക് വരുന്നു. അങ്ങനെ ഇംഗ്ലീഷുകാർ ഇന്ത്യയിലേക്ക് വന്നിട്ട് ആദ്യം ചെയ്ത കാര്യമെന്ന് പറയുന്നത് സതേൺ ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും ആധിപത്യം ഉറപ്പിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നു. അങ്ങനെ 1609 ഇംഗ്ലീഷുകാരനായിരുന്ന ക്യാപ്റ്റൻ ഹോക്കിങ്സ് ജഹാംഗീറിൻ്റെ കോർട്ടിലെത്തുകയും ജഹാംഗീറിൻ്റെ കോർട്ടിൽ നമ്മുടെ ക്യാപ്റ്റൻ ഹോക്കിങ്സ് എത്തിക്കഴിഞ്ഞ് ഉണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോർച്ചുഗീസുകാരുടെ ആ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞതാണ്. എങ്കിലും വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ അന്ന് ക്യാപ്റ്റൻ ഹോക്കിങ്സ് ജഹാംഗീറിൻ്റെ കോർട്ടിലെത്തുകയും സൂറത്തിലൊരു ഫാക്ടറി പണിയാനുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയെങ്കിലും പോർച്ചുഗീസുകാരുടെ ഇടപെടൽ കാരണം ഈ ഒരു പ്രവർത്തനങ്ങൾ നടന്നില്ല. അന്ന് സൂറത്തിൽ ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യുവാനായിട്ട് ഹോക്കിങ്സിന് സാധിച്ചില്ല. പോർച്ചുഗീസുകാർ വന്ന് നടുക്ക് പ്രശ്നമുണ്ടാക്കിയതുകൊണ്ട്. അങ്ങനെ 1611 ആഗ്ര വിട്ട് ഹോക്കിൻസ് തിരിച്ച് ബ്രിട്ടനിലേക്ക് പോവുകയും ചെയ്തു. പിന്നീട് 1612 ക്യാപ്റ്റൻ തോമസ് ബെസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഡ്രാഗൺ, ഒസിയാണ്ടർ എന്നീ 2 ഷിപ്പുകളിലായിട്ട് ഇന്ത്യയിലേക്ക് വരികയും ബാറ്റിൽ ഓഫ് സാലിൽ വെച്ച് പോർച്ചുഗീസുകാരെ സൂറത്തിൽ പരാജയപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ പോർച്ചുഗീസുകാരെ ബ്രിട്ടീഷുകാർ തോൽപ്പിക്കുന്നത് കാണുന്ന ജഹാംഗീർ ബ്രിട്ടീഷുകാരിൽ വലിയ രീതിയിൽ ഇംപ്രസ്ഡ് ആകുകയും അവർക്ക് കച്ചവടം നടത്തുവാനുള്ള അധികാരം നൽകുകയും ചെയ്തു. അങ്ങനെ 1613 തോമസ് അൾവർത്ത് എന്ന വ്യക്തിയുടെ കീഴിൽ സൂറത്തിൽ ഇവരൊരു ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് 1615 ആകുന്നതോടുകൂടി ജെയിംസ് ഒന്നാമൻ രാജാവിൻ്റെ അംബാസഡറായിരുന്ന സർ തോമസ് റേ ജഹാംഗീറിൻ്റെ കോർട്ടിൽ എത്തിച്ചേരുകയും 1619 ഫെബ്രുവരി വരെ ഇവിടെ തുടർന്ന് പോരുകയും ചെയ്തു. ഇതിനുശേഷം 1616 ഇംഗ്ലീഷുകാർ മസൂലി പട്ടണത്ത് കൂടി ഒരു ഫാക്ടറി ആരംഭിക്കുന്നുണ്ട്. എന്നാൽ 4 വർഷക്കാലം ഇന്ത്യയിൽ ജീവിച്ച സർ തോമസ് റോയ്ക്ക് മുഗൾ എംപയറുമായിട്ടൊരു വ്യക്തമായിട്ടുള്ള കൊമേഴ്ഷ്യൽ ഉടമ്പടികളൊന്നും ഒപ്പുവെക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല. പക്ഷേ എന്നാൽ അദ്ദേഹം ഇവിടെ നിന്നിരുന്ന സമയത്ത് ചില പ്രിവിലേജസുകളൊക്കെ നേടിയെടുക്കുന്നുണ്ട്. അതിൽ ചിലതായിരുന്നു ആഗ്ര, അഹമ്മദാബാദ്, ബ്രോച്ച് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യുവാനുള്ള അവകാശം ഇദ്ദേഹം നേടിയെടുത്തു എന്നുള്ളത്. പിന്നീട് ആദ്യ കാലഘട്ടങ്ങളിൽ ഇംഗ്ലീഷുകാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് ഇന്ത്യയിലുള്ള പ്രവർത്തനങ്ങളൊന്നും അത്ര സ്മൂത്തായിട്ടുള്ള രീതിയിലായിരുന്നില്ല പ്രോഗ്രസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഈ 2 കൂട്ടരുമായിട്ട് ബ്രിട്ടീഷുകാർക്ക് പല പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. പിന്നീട് കാലം കഴിഞ്ഞു പോകുന്ന സമയത്ത് സാഹചര്യങ്ങൾ ഇവർക്ക് ഫേവറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിലുദാഹരണം പറയുകയാണെങ്കിൽ 1662 പോർച്ചുഗീസ് രാജകുമാരിയായിരുന്ന കാത്തറിനെ ബ്രിട്ടീഷ് രാജകുമാരനായിട്ടുണ്ടായിരുന്ന ചാൾസ് രണ്ടാമൻ വിവാഹം കഴിക്കുകയും അദ്ദേഹത്തിന് സ്ത്രീധനമായിട്ട് ബോംബെ നൽകുകയും ചെയ്യുന്നതോടുകൂടി പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം 1668 ഈ ബോംബെ വർഷം 10 പൗണ്ട് എന്ന കണക്കിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകുകയും ചെയ്യുന്നു. അതോടുകൂടി ഏകദേശം 1687 ആകുന്ന സമയത്ത് ബോംബെ അവരവരുടെ ഹെഡ് ക്വാർട്ടേഴ്സുമാക്കി മാറ്റി. അങ്ങനെ ഈ ഒരു സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരും നല്ല സമാധാനത്തിൽ കൂടെ പോവുകയും ചെയ്യുന്നു. കൂടാതെ ഇതേ സമയത്ത് തന്നെയാണ് ആംഗ്ലോ ഡച്ച് കോംപ്രമൈസ് നടക്കുന്നതും. അങ്ങനെ ഇതോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലുള്ള കാര്യങ്ങളിലൊന്നും ഡച്ചുകാർ ഇടപെടില്ല എന്നുള്ള വാക്കും അവർക്ക് നൽകുന്നു. അപ്പോൾ ഇതോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഫ്രീ ആയിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായി വരുന്നു. പിന്നീട് ഗോൽക്കണ്ടയുടെ അധിപനായിട്ടുണ്ടായിരുന്ന ഗോൽക്കണ്ട സുൽത്താൻ ഒരു ഗോൾഡൻ ഫർമാൻ ഇഷ്യൂ ചെയ്യുകയും ഈ ഫർമാൻസ് ഒക്കെ ഓർത്തിരിക്കണം, കാരണം നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇനിയും അനേകം ഫർമാൻസ് ഒക്കെ വരും കേട്ടോ. അങ്ങനെ ഒരു ഗോൾഡൻ ഫർമാൻ ഇഷ്യൂ ചെയ്യുകയും അപ്പോൾ ഇതോടുകൂടി വർഷം 500 പഗോഡ നൽകുന്ന സമയത്ത് ബ്രിട്ടീഷുകാർക്ക് ഫ്രീ ആയിട്ടുള്ള ട്രേഡ് നടത്തുവാനുള്ള പ്രിവിലേജസ് ഗോൽക്കൊണ്ടയുടെ സുൽത്താൻ ഇവർക്ക് ഇഷ്യൂ ചെയ്ത് നൽകുകയും ചെയ്യുന്നു.
പിന്നീട് 1639 ബ്രിട്ടീഷ് മർച്ചൻ്റായിരുന്ന ഫ്രാൻസിസ് ഡേ എന്ന വ്യക്തിക്ക് ചന്ദ്രഗിരിയുടെ ഭരണാധികാരി മദ്രാസിൽ ഒരു ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫാക്ടറി പണിയുവാനുള്ള അനുവാദം നൽകുന്നുണ്ട്. ഇതാണ് പിൻകാലത്ത് ഫോർട്ട് സെൻറ്റ് ജോർജ് എന്ന പേരിൽ നമ്മൾ ഇന്ന് അറിയപ്പെടുന്നത്. അതിനുശേഷം അവർ സൗത്ത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് സെറ്റിൽമെൻറ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് മസൂലി പട്ടണത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇതിന് ശേഷമാണ് അവരുടെ വാണിജ്യങ്ങളൊക്കെ കുറച്ചും കൂടി ഈസ്റ്റിലേക്ക് ഇവർ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുന്നതും. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് മഹാനദി ഡെൽറ്റയുടെ സമീപത്തുള്ള ഹരിഹർപൂർ എന്ന സ്ഥലത്തൊരു ഫാക്ടറി ആരംഭിക്കുകയും കൂടാതെ ഒറീസയിലുള്ള ബൽസോറിൽ ഇവരൊരു പുതിയ ഫാക്ടറി ആരംഭിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ബംഗാളിൻ്റെ സൈഡിലേക്ക് കൂടുതൽ അവരുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുവാനും തുടങ്ങുന്നുണ്ട്. ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലുതും അതുകൂടാതെ തന്നെ ഏറ്റവും റിച്ചസ്റ്റുമായിട്ടുണ്ടായിരുന്ന പ്രൊവിൻസ് ആയിരുന്നു ബംഗാൾ എന്ന് പറയുന്നത്. കൂടാതെ ട്രേഡ്, കൊമേഴ്സ് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നിന്നിരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ബംഗാൾ എന്ന് പറയുന്നത്. വളരെ ലാഭം നോക്കി ഇന്ത്യയിലേക്ക് വന്ന ബ്രിട്ടീഷുകാരെ ബംഗാൾ ആകർഷിക്കുകയും കൂടാതെ ആ സമയത്ത് മുഗൾ എംപയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊവിൻസസിൽ ഒന്നുകൂടിയായിരുന്നു ബംഗാൾ എന്ന് പറയുന്നത്. അങ്ങനെ വർഷം 1651 ബംഗാളിൻ്റെ സുബേദാറായിരുന്ന വ്യക്തി ഇംഗ്ലീഷുകാർക്ക് ബംഗാളിൽ ട്രേഡ് ചെയ്യുവാനുള്ള അധികാരം നൽകുകയും പകരം റിട്ടേണായിട്ട് 3000 രൂപ ആനുവൽ പേയ്മെൻറ്റ് ഇംഗ്ലീഷുകാർ അവർക്ക് നൽകണമെന്നുള്ളൊരു വ്യവസ്ഥ വെക്കുകയും ചെയ്തു. അങ്ങനെ 1651 ബംഗാളിലെ പല സ്ഥലങ്ങളിലും ഹൂഗ്ലി, കാസിം നഗർ, പട്ന, രാജ്മഹൽ തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങളിൽ ബ്രിട്ടീഷുകാർ ഫാക്ടറികൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു. പിന്നീട് 1667 ഇവർക്ക് ബംഗാളിൽ ട്രേഡ് നടത്തുവാനായിട്ട് അന്നത്തെ മുഗൾ എംപയർ ആയിരുന്ന ഔറംഗസീബ് ഒരു ഫാർമാൻ കൂടി ഇഷ്യൂ ചെയ്ത് നൽകുന്നുണ്ട്. എന്നാൽ മുഗൾ എംപയറിൻ്റെ ഇങ്ങനെ ഒരു ഫാർമാനും പ്രിവിലേജസും ഒക്കെ ഇവർക്ക് കിട്ടിയിരുന്നുവെങ്കിൽ കൂടെ ലോക്കലായിട്ടുള്ള ചെക്ക് പോസ്റ്റുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവിടെയുള്ള കസ്റ്റംസ് ഓഫീസേഴ്സ് ഇവരുടെ അടുത്ത് നിന്ന് ടോളും മേടിക്കുന്നത് ഇവർക്ക് പിന്നീട് വലിയൊരു തടസ്സമായിട്ട് മാറുവാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യത്തിലൊരു മാറ്റം വരുത്തുവാനായിട്ട് അന്നത്തെ ബംഗാളിലെ കമ്പനിയുടെ തലവനായിരുന്ന വില്യം ഹെഡ്ജ് അന്നത്തെ മുഗൾ ഗവർണറായിരുന്ന ഷെയ്സ്ത ഖാൻ്റെ അപ്പീൽ ചെയ്യുകയും എന്നാൽ ഇതിന് അനുകൂലമായിട്ടുള്ള നടപടികൾ ഒന്നും ഉണ്ടാകാതിരുന്നതിനെ തുടർന്ന് ഇംഗ്ലീഷിനും മുഗൾസിനും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. പിന്നീട് 4 വർഷങ്ങൾക്ക് ശേഷം ഹൂഗ്ലി എന്നത് ഇമ്പീരിയൽ മുഗൾസിൻ്റെ കുത്തകയായിട്ട് മാറുകയും ഇതിന് റിറ്റാലിയേഷനായിട്ട് ബ്രിട്ടീഷുകാർ താനയിലെ ഇമ്പീരിയൽ ഫോർട്ട് അല്ലെങ്കിൽ ഇന്നത്തെ ഗാർഡൻ റിച്ച് പിടിച്ചെടുക്കുകയും ഹിഗ്ലി റെയ്ഡ് ചെയ്യുകയും പല മുഗൾ ഫോർട്ടിഫിക്കേഷൻസിൽ ആക്രമണങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു. എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവസാനം ഇംഗ്ലീഷുകാർക്ക് ഹൂഗ്ലി വിട്ടു പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നു. അങ്ങനെ ഹൂഗ്ലിയിൽ നിന്നും ഇവർ ഗംഗാ നദിയുടെ മൗത്തിലുള്ള ഒരു അൺഹെൽത്തി ലൊക്കേഷനിലേക്ക് മാറ്റപ്പെടുകയും പിന്നീട് കാലം കുറച്ച് കഴിയുന്നതിന് ശേഷം ഹൂഗ്ലിയിലെ റെയ്ഡൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ കമ്പനിയുടെ ഏജൻ്റായിട്ടുണ്ടായിരുന്ന ജോബ് ചെർണോക്ക് എന്ന വ്യക്തി മുഗൾസുമായിട്ട് നെഗോഷിയേഷൻസ് ഒക്കെ നടത്തുവാനും തുടങ്ങുന്നു. അങ്ങനെ അവർക്ക് സുധുനദി എന്ന സ്ഥലത്തേക്ക് റിട്ടേൺ ചെയ്യണമെന്നുള്ള ആവശ്യവും ജോബ് ചെർണോക്ക് ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് വർഷം 1691 ചെർണോക്കും മുഗൾസുമായിട്ടൊരു ഉടമ്പടി ഒപ്പുവെക്കുകയും അവർക്ക് സുധുനദിയിലേക്ക് എന്ന സ്ഥലത്തിലേക്ക് തിരിച്ചെത്താനുള്ള അവകാശം നൽകുകയും ചെയ്തു. പിന്നീട് 6 മാസങ്ങൾക്ക് ശേഷം ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷ് ട്രേഡ് കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് ഒരു ഫാർമാൻ ലഭിക്കുകയും പകരം 3000 രൂപ ആനുവലി പേയ്മെൻ്റ് ആയിട്ട് നൽകുവാനുള്ള ഉത്തരവിടുകയും ചെയ്തു. പിന്നീട് ഇതിനുശേഷം ബർദാമാൻ എന്ന സ്ഥലത്ത് സമീന്ദാറായിട്ടുണ്ടായിരുന്ന ശോഭാ സിംഗ് ഇംഗ്ലീഷുകാർക്കെതിരെ റെബലിയൻ നടത്തിയെങ്കിൽ പോലും 3 സ്ഥലങ്ങളുടെ സമീന്ദാരി മേടിക്കുവാനുള്ള അധികാരം ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നുണ്ട്. അവ സുധുനദി, ഗോവിന്ദ്പൂർ, കാലിക്കട്ട എന്നിങ്ങനെയായിരുന്നു. പിന്നീട് വർഷം 1700 ആകുന്ന സമയത്തോടു കൂടി അവിടെ ഉണ്ടാക്കുന്ന ഫോർട്ടിഫൈഡ് സെറ്റിൽമെൻറ്റിനെയാണ് പിന്നീട് നമ്മൾ ഫോർട്ട് വില്യം എന്നറിയപ്പെടുന്നത്. അതിനുശേഷം ഇംഗ്ലീഷുകാരുടെ ഈസ്റ്റേൺ പ്രസിഡൻസിയിൽ സീറ്റായിട്ട് ഇത് മാറുകയും അവിടുത്തെ ആദ്യത്തെ പ്രസിഡൻ്റ് ആയിരുന്ന വ്യക്തിയായിരുന്നു ചാൾസ് ഐറെ എന്ന് പറയുന്നത്. പിന്നീട് വർഷം 1717 ആകുന്നതോടുകൂടി ഫറൂഖ് സിയാറുടെ ഒരു ഫാർമാൻ ഇഷ്യൂ ചെയ്യുകയും ഇത് മാഗ്ന കാർട്ട ഓഫ് ദ കമ്പനി എന്നറിയപ്പെടുകയും ചെയ്യുന്നു. ഇതിലൂടെ കമ്പനിക്ക് ഡ്യൂട്ടീസ് ഒന്നുമില്ലാതെ പലയിടങ്ങളിലും ട്രേഡ് ചെയ്യുവാനും കോയിൻസ് മിൻറ്റ് ചെയ്യുവാനുള്ള അധികാരങ്ങളും കൂടുതൽ ലിബർട്ടിയൊക്കെ ലഭിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി എന്ന് പറയുന്നത് ജോൺ സർമാൻ ആയിരുന്നു. അങ്ങനെ ഇതോടുകൂടി ഗുജറാത്ത്, ഹൈദരാബാദ് എന്നീ സ്ഥലങ്ങളിൽ കമ്പനിക്ക് ഒരുപാട് പ്രിവിലേജസ് നേടിയെടുക്കുകയും ഇതോടുകൂടി തന്നെ ബംഗാളിൽ ഇമ്പോർട്ടും എക്സ്പോർട്ടുമായിട്ടുണ്ടായിരുന്ന അഡീഷണൽ കസ്റ്റം ഡ്യൂട്ടീസൊക്കെ കമ്പനിക്ക് ഒഴിവാക്കപ്പെട്ട് ലഭിക്കുകയും അതുമാത്രമായിരുന്നില്ല, ഈ നമ്മുടെ ഗുഡ്സ് കൊണ്ടുപോകുന്നതിന് ട്രാൻസ്പോർട്ടേഷൻ പാസ് നൽകിയിരുന്നു. ഈ ഗുഡ്സ് കൊണ്ടുപോകുന്നതിന് നൽകിയിരുന്ന ട്രാൻസ്പോർട്ടേഷൻ പാസിനെയാണ് ദസ്തക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഈ ദസ്തക് ഇഷ്യൂ ചെയ്യാനുള്ള അവകാശം പിന്നീട് കമ്പനിക്ക് ലഭിക്കുന്നുണ്ട്. ഇനി അതുകൊണ്ടും തീരുന്നില്ല, കൂടാതെ കൽക്കട്ടയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ റെൻറ്റിന് കൊടുക്കാനുള്ള അധികാരവും ഹൈദരാബാദും ഇതിന് സമാനമായിട്ടുള്ള അവകാശങ്ങൾ ഇവർ നേടിയെടുക്കുന്നുണ്ട് ഫറൂഖ് സിയാദ് ഈ ഫാർമാൻ വരുന്നതോടുകൂടി.
പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് ശേഷം നമ്മുടെ സൂറത്തിൽ കൊണ്ടുവന്ന മാറ്റം എന്ന് പറയുന്നത് ഒരു ആനുവൽ പേയ്മെൻ്റ് ആയിട്ട് ഒരു 10,000 രൂപ നൽകുന്ന സമയത്ത് അവർക്ക് ബാക്കിയുള്ള എല്ലാ ഡ്യൂട്ടീസിൽ നിന്നും ഇവർ ഒഴിവാക്കുകയും ചെയ്തു. പിന്നീട് ലഭിക്കുന്ന ഇവർക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അപ്പോൾ ഇതിന് ശേഷം ബോംബെയിൽ മിൻറ്റ് ചെയ്യുന്ന കോയിനുകളുണ്ട്. ബോംബെയിൽ മിൻറ്റ് ചെയ്യുന്ന കോയിനുകൾ ത്രൂ ഔട്ട് ഇന്ത്യയിൽ ഇവർക്ക് ഉപയോഗിക്കുവാനുള്ള അവകാശം ഈ ഒരു ഫറൂഖ്സിയുടെ ഫാർമാൻ വരുന്നതോടുകൂടി ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നുണ്ട്. പിന്നീട് അവർക്ക് മുന്നിലുണ്ടായിരുന്ന ആകെ ബാധ്യത എന്ന് പറയുന്നത് ഫ്രഞ്ചുകാർ മാത്രമായിരുന്നു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കെ ഇംഗ്ലണ്ടിൽ 1688 ഇംഗ്ലീഷ് റവല്യൂഷൻ നടക്കുകയും അതിനുശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മോണോപോളിനെ എതിർത്തുകൊണ്ട് വില്യം നോറിസിൻ്റെ കീഴിൽ ഇവർക്കൊരു റൈവൽ കമ്പനി വരികയും ഔറംഗസീബിൻ്റെ കോർട്ടിൽ നിന്നും അവരൊത്തിരി ട്രേഡിംഗ് പ്രിവിലേജസ് ഒക്കെ നേടിയെടുക്കുകയും ചെയ്തു. എന്നാൽ ഈ കമ്പനി അത്ര സക്സസ്ഫുൾ ഒന്നും ആയിരുന്നില്ല. പിന്നീട് ക്രൗണിൻ്റെയും പാർലമെൻറ്റിൻ്റെയൊക്കെ പ്രഷറിന് വഴങ്ങി ഈ രണ്ട് കമ്പനികളും കൂടി ഒരുമിച്ച് ചേർന്ന് മെർജ് ചെയ്തുകൊണ്ട് യുണൈറ്റഡ് കമ്പനി ഓഫ് മർച്ചൻസ് ഓഫ് ഇംഗ്ലണ്ട് ട്രേഡിംഗ് ടു ദ ഈസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന പേരിൽ പുതിയൊരു കമ്പനി രൂപപ്പെടുകയും ചെയ്തു. പിന്നീട് ഈ കമ്പനിയാണ് 1708 മുതൽ 1873 വരെ ഇന്ത്യയിൽ പ്രവർത്തിച്ചു പോന്നിരുന്നത്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡെയിൻസിനെ കുറിച്ച് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതാണ് ഇംഗ്ലണ്ടുകാർ അല്ല ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവെന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡെയിൻസിനെ കുറിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇപ്പോൾ ഇതോടുകൂടി ഇംഗ്ലീഷുകാർ തീർന്നുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷുകാർ ഇനിയും പലയിടത്തും വരുന്നുണ്ട്. ഓക്കെ, ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവിനകത്ത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്നുകൊണ്ടുകൊണ്ട് ഇംഗ്ലീഷുകാർ ഇവിടെ കൊണ്ട് തീരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. ഇത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഇംഗ്ലണ്ടുകാരെ കുറിച്ച് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇതുപോലത്തെ അനേകം ചാപ്റ്ററുകളിൽ അനേകം കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് ഇനിയും ഉണ്ട് ഇംഗ്ലീഷുകാരെ കുറിച്ച്. അപ്പോൾ അതൊക്കെ നമുക്ക് ആ ചാപ്റ്ററുകളിൽ പഠിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ടോപ്പിക്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡെയിൻസിനെ കുറിച്ച് നോക്കാം. ഡെയിൻസുകാർ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വന്നത്, അവരുടെ പ്രവർത്തനങ്ങളും ആ തുടക്ക കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ നോക്കാം. ഓക്കെ, താങ്ക് യു. അതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. അതുപോലെ തന്നെ വീഡിയോസിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോസിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിലും പറയണം. പോരായ്മകളും പറയണം, നല്ലതുണ്ടെങ്കിലും പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു.